എനിക്കറിയില്ല ഇതെങ്ങനെ പറയണം, ഇത് എങ്ങനെ അവതരിപ്പിക്കണം എനിക്കറിയാം, ഒരു ഐഡിയ ഇല്ല. കാരണം അത്തരം ഭീകരമായ ഒരു വീഡിയോസ് ആണ് നമ്മളിപ്പോ കണ്ട്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് ചില പോലീസ് ഏമാനന്മാർ, ക്രിമിനൽ മൈൻഡുള്ള, എന്താ ഞാൻ പറയാ, അത്തരത്തിൽ ചിന്തിക്കുന്നവര് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ. ഹൃദയമുള്ള മനസ്സാക്ഷിയുള്ള ഒരാൾക്കും അത് പൂർണ്ണമായിട്ട് കണ്ടിരിക്കാൻ കഴിയില്ല. അമ്മാതിരി മർദ്ദനവാ ഇവർ മർദ്ദിക്കുന്നു. ഞാൻ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ നോക്കി. നിങ്ങളെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരെങ്കിലും വന്നിട്ട് ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ടോ? PCCയുടെ അധ്യക്ഷൻ പ്രതിഷേധിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ വെലിങ്ങനായിട്ടുള്ള ഒരു പ്രതിഷേധമൊന്നും പറയുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഇത് പിന്നെ പാർട്ടിക്കകത്തുള്ള ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എതിരെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം എന്തെങ്കിലും ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഇവറ്റകളൊക്കെ ചാവാൻ കിടന്ന കട്ടിൽ നിന്ന് മുകളിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വന്നിട്ട് അഭിപ്രായം പറയും. അവനെ രാജിവെക്കണം, പുറത്താക്കണം, അങ്ങട്ടാക്കണം, ഇങ്ങട്ടാക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഈ വിഷയം വന്നിട്ട് ഒരാളും, ഒരു നേതാക്കന്മാർ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഉദാഹരണം രാഹുൽ മാക്കൂട്ടത്തിന്റെ ഒരു വിഷയം തന്നെ നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ച്, ഒരു കഴമ്പുമില്ലാത്ത, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കുറെ ആരോപണങ്ങൾ, കെട്ടിച്ചമച്ച ആരോപണങ്ങൾ. സ്പോട്ട് ഔട്ട് ചെയ്യുന്നത് കാലത്ത് ഞാൻ സൗദിയിലാണ് കാണുന്നത്. സൗദിയിൽ 9:45 അറിയണം. 11:45 ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 10-20 കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്നിട്ട് അതിനെ പ്രതിഷേധിച്ച് കഴിഞ്ഞില്ല. അത് പുറത്താക്കണം, മറ്റതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഓരോരുത്തന്റെ വിടുവായുത്തങ്ങൾ കേട്ടു. പക്ഷെ ഈ വിഷയം വന്ന് ഇപ്പോ ഈ വീഡിയോ പുറത്താക്കിയിട്ട് ഏകദേശം ഇപ്പൊ ഞാൻ കാണുമ്പോൾ തന്നെ വെച്ചാൽ ഏകദേശം ഒരു 8 മണിക്കൂർ എങ്ങാട്ടായി. ഒരാളും ഇല്ല. പിന്നെ ഈ പോലീസുകാർക്ക് ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇതുപോലെ മർദ്ദിക്കാനുള്ള മർദ്ദിക്കാൻ തോന്നിയത് തന്നെ എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോൺഗ്രസ്സുകാരനാണ്, ഇവനൊന്ന് തല്ലിക്കൊന്നാൽ ഒരു പട്ടിക്കുട്ടി പോലും ചോദിക്കാൻ വരത്തില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഇത്തരക്കാർക്ക് ഉണ്ടാവാം. കാരണം ഇത് കോൺഗ്രസ് ആണല്ലോ പാർട്ടി, കുതികാലുവട്ടാണല്ലോ ഇവർക്ക് മെയിൻ. സ്വന്തം പാർട്ടിക്കകത്ത് അപ്പുറം ഇപ്പുറം എങ്ങനെ വെട്ടിക്കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ ഇവനെ ഒതുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതാ. മറ്റൊരു പാർട്ടിക്കകത്തുള്ള ഒരാൾക്കൊരു പ്രശ്നം, പ്രവർത്തകർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ പിറകെ നിന്നായിരിക്കും പോവാസ്വാമിയില്ല. അത്തരം ഘട്ടങ്ങളിൽ ചില സമയം ഇവർ വന്നിട്ട് പറയും, നിയമത്തിന്റെ വൈക്കോട്ടെ, മറ്റവറ്റതിന്റെ വൈക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചങ്ങ് പോകും. അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് പോലീസുകാർ പോലും ഇത്തര ധൈര്യത്തിൽ ഒരു മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത്. കാരണം ഞങ്ങളെ നേതാക്കന്മാരുടെ പിടിപ്പുകേടാ. അതായത് ഇവറ്റകളെ 10 പൈസക്ക് കൊള്ളത്തില്ല എന്ന് ഈ പോലീസുമാർക്കും മറ്റുള്ളവർക്കും അറിയാം. നേരെ മറിച്ച് ഈ ഒരു മർദ്ദനം ഒരു CPM-ന്റെയോ അല്ലെങ്കിൽ BJP-ന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ, കോൺഗ്രസിനെ മാറ്റി നിർത്തി മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനാണ് ഇങ്ങനെ മർദ്ദിച്ചതെങ്കിൽ ഇന്ന് ഒരു പക്ഷേ ആ പോലീസ് സ്റ്റേഷനിൽ ആ പോലീസുകാർ അവിടെ കാണത്തില്ല. മനസ്സിലായ? കേരളം അങ്ങനെ പ്രതിഷേധത്തിൽ വിറച്ചിട്ടുണ്ടാവും. ഇവിടെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായോ? ഇപ്പൊ ആ മേഖലയിലുള്ള ഗുരുവായൂർ മേഖലയിലുള്ള കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ എന്തോ പന്തം കൊളത്തി ആ പതിവ് സമരം ഉണ്ടല്ലോ, പതിവ് പ്രതിഷേധിക്കുക, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചൊരു 2-3 നേരത്തെ ഒരു അരമണിക്കൂറത്തേക്കുള്ള വിളി, അതുകൊണ്ട് അതങ്ങ് അവസാനിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കൂല. ഞാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് പറയാം, മുഖത്തുള്ളത് വീശിയാണെങ്കിൽ, നട്ടല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പോലീസ് ആ ക്രിമിനൽ മൈൻഡുള്ള തെമ്മാടികളും ഇനി ആ പോലീസ് സ്റ്റേഷനിലല്ല, ഈ പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല. പെൻഷൻ പോലും വാങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവരെ സസ്പെൻഡ് ചെയ്യണം, എല്ലാം റദ്ദാക്കണം. റദ്ദാക്കിക്കണം ഗവൺമെന്റിനെ കൊണ്ട്. തന്റെ ഉണ്ട്, അത് കാണട്ടെ. അങ്ങനെ അത് കാണിക്കും കേട്ടാ. അല്ലാതെ സ്വന്തം പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും എതിരെ മറ്റുള്ളവർ കൊണ്ടുവരുമ്പോൾ ഒരു അലിഗേഷൻ കൊണ്ടുവരുമ്പോൾ അവനെ ഒതുക്കി ചവിട്ടി താഴ്ത്തി ഭൂമിയിലേക്ക് താഴ്ത്താൻ വേണ്ടി നോക്കുകയല്ല വേണ്ടത്.
മനസ്സിലായ? അപ്പൊ ഈ വിഷയത്തിനകത്ത് ഇതുവരെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒന്നും സ്റ്റേറ്റ്മെന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് പ്രവർത്തകർ ഈ പാർട്ടിക്കകത്തേക്ക് നിൽക്കണം അല്ലെങ്കിൽ കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഈ കണ്ട വീഡിയോക്ക് തക്കതായ ശിക്ഷ പോലീസുകാർക്ക്, അതായത് ഞാൻ പറയുന്ന ശിക്ഷയല്ല, അവർ പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഏത് ഗവൺമെന്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് നഖസിദ്ധാന്തം വരുന്നത് സമരമാണെങ്കിൽ സമരം, അതിനപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ അത് അപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ ഈ മൂന്നെണ്ണം അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അതാ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ പാർട്ടിക്ക് അനുയായികൾക്ക് പാർട്ടി ചെയ്ത് ഇവർക്ക് പോലുള്ളവർക്ക് സംരക്ഷണം ഒരുക്കേണ്ടത്. അല്ലാതെ ഈ പണ്ട് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ച പോലെ കുറച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് കുറച്ച് മുദ്രാവാക്യം വിളിച്ചങ്ങ് പോവലല്ല വേണ്ടത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഒരാളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന അരമണിക്കൂറിനുള്ളിൽ തന്നെ അവരിന്ന് എന്താ പറയാ ആ ഡ്യൂട്ടിയിൽ ഉണ്ടാവത്തില്ല. മനസ്സിലായ? അതാണ് മാറ്റങ്ങൾ. പിന്നെ വേറൊരു പോസ്റ്റ് ഞാൻ കണ്ട്, യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ജംഷീർ പള്ളിവാളുടെ ഒരു പോസ്റ്റ് ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന് നാഥനില്ലെങ്കിൽ ഇതങ്ങ് പിരിച്ച് വിടണം അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാ വന്നത്. അത് ജംഷീറിനോട് ഞാൻ പറയട്ടെ, വളരെ സ്നേഹപൂർവ്വം ആദരത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, അത് മാലോകരോടോ അല്ലെങ്കിൽ സമൂഹത്തോടോ അല്ല പറയേണ്ടത്. നാഥനെ ഇല്ലാണ്ടാക്കിയ വിദ്വാൻമാർ അവിടെ ഉണ്ട്. ഒന്ന് പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്, ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. തന്റെ ഇടമുണ്ടെങ്കിൽ, തുമ്മിയാത്തെറിക്കുന്ന മൂക്കല്ല എങ്കിൽ അവരോട് പോയി ചോദിക്കണം, യൂത്ത് കോൺഗ്രസിന് നാഥൻ ഇല്ലാതാക്കിയത് ആരാണെന്ന് അവര് പറഞ്ഞതിനും ഉത്തരം, അല്ലെങ്കിൽ മറുപടി അവിടെ കുത്തിപ്പിടിച്ച് ചോദിക്കണം. എന്തിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ മാറ്റിയത്? എതിരാളികളുടെ വാക്കുകൾ കേട്ട് അവര് പറയുന്നത് ശരിവെക്കുന്ന വിധത്തിൽ ഇങ്ങനെ നടപടി എടുക്കുമ്പോൾ പാർട്ടിയുമായിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൽ എന്തെങ്കിലും ക്രൈം ചെയ്തതായിട്ട് വിത്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പരാതി ഇവിടെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലാതെ ഇവിടെ മാലോകരോട് ചോദിച്ചുകൊണ്ട് ജംഷീർ പള്ളിവാലിനെ ഉത്തരം കിട്ടത്തില്ല. ഞങ്ങളും ആ ചോദ്യങ്ങൾ ഒരുപാട് ദിവസങ്ങളായി ആവർത്തിച്ച് ചോദിക്കുന്നു. എന്തിന്റെ പേരിലാണ് ആ സ്ഥാനത്ത് നിന്ന് ഈ വിഷയം വന്നപ്പോൾ പുറത്താക്കിയത്? ഇതുവരെ ഒരു പരാതിയോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. ആവനാടിയിലെ അവസാനത്തെ ആയുധവും എടുത്തുകൊണ്ടാണ് ഇടതുപക്ഷവും സംഘപരിവാറും രാഹുൽ മാക്കൂട്ടത്തിനെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നതും കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഇനിയിട്ട് നടക്കാനും പോകുന്നില്ല. കാരണം അത്തരം ഒരു ഇരകൾ ഉണ്ടെങ്കിലല്ലേ ഇവിടെ ഈ വിഷയത്തിനകത്ത് ഇവിടെ പ്രതികരിക്കാൻ പറ്റും, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ശൂന്യത്തിൽ നിന്നുണ്ടാക്കിയ കഥയാ, വായുവിൽ നിന്നുണ്ടാക്കിയ കഥയാ ഈ ചെറ്റകൾ. ഇതിനു മുമ്പും എത്രയാളെ വേട്ടയാടി ഈ പെൺ വിഷയത്തിന്റെ പേരിൽ തന്നെ പെണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പല്ലേ ഒരു അധ്യാപകൻ, ഇടുക്കിയിലെങ്ങാട്ടുള്ള ഒരു അധ്യാപകൻ പറഞ്ഞത്, അധ്യാപകൻ അദ്ദേഹത്തെ ഫോക്സോ കേസിൽ അകപ്പെടുത്തി 11 വർഷക്കാലം അദ്ദേഹത്തെ വേട്ടയാടി. ഈ നാണം കെട്ട ഈ തെമ്മാടി പാർട്ടി ഇല്ലേ? സ്കൂളിനകത്ത് അധ്യാപകൻ എന്ന് പറയുന്നത് ആരാ? ആ അധ്യാപകൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ? ഈ ചെറ്റ പാർട്ടിയിലെ കുച്ചപ്പൈ ക്യാമ്പസിനകത്ത് മുഴുവൻ കഞ്ചാവും വെള്ളവും വിതരണം ചെയ്ത് ആരാന്റെ മക്കളെ ഈ എന്താ പറയുക ക്രൈമിലെ മെന്റാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ നാണം കെട്ട ഒരു വൃത്തിശാസ്ത്രം, അതിന്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ എക്സപ്പൈ എന്ന് പറഞ്ഞ് നടക്കുന്നു. അവറ്റകൾ കോപ്പി അടിക്കുമ്പോൾ ഒരു അധ്യാപകന്റെ കർമ്മം അവിടെ നിറവേറ്റി എന്നുള്ളത് കൊണ്ട് ആ കോപ്പിയടി പിടിച്ചതിന്റെ പേരിൽ എന്നിട്ട് ഇവറ്റകൾ പോയി പാർട്ടി ഓഫീസിൽ പറഞ്ഞു, അവിടെ നിന്ന് കൂടിയാലോചിച്ച് ഏറ്റവും കൊടുക്കാൻ പറ്റിയ ഇത് തന്നെ, പീഡനം. എന്നെ ഉളുപ്പ് ഈ വർഗത്തിലില്ലല്ലോ, ഉളുപ്പ് ഈ ചർച്ചകൾക്കില്ലല്ലോ. ഇവരെ വീട്ടിലും പെൺകുട്ടികളുണ്ടോ മറ്റുണ്ടോ എന്നുള്ള വിചാരമൊന്നുമില്ലല്ലോ. അങ്ങനെ കള്ള പരാതി കൊടുപ്പിച്ചിട്ട് ആ പാവം പിടിച്ച മനുഷ്യനെ 11 വർഷം വേട്ടയാടിയത്. അദ്ദേഹത്തിനില്ലേ ഭാര്യ, അദ്ദേഹത്തിനില്ലേ കുഞ്ഞുങ്ങൾ ഇല്ലേ, അദ്ദേഹത്തിനില്ലേ കുടുംബക്കാർ? അവരെല്ലാം മുമ്പിലും ആ മനുഷ്യൻ എത്രമാത്രം എന്താ പറയാ അപമാനഭാരം കൊണ്ട് തലതാത്തിയിട്ടുണ്ടാവും ഈ നശിച്ച പ്രതിശാസ്ത്ര കേരളത്തിലുള്ളതിന്റെ പേരിൽ, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഏതെങ്കിലും ഒരു ബാധ്യത്രം ഒരു നിലപാട് സ്വീകരിക്കുമോ? എന്ത് വിദ്വേഷമുണ്ടെങ്കിലും ഇതാക്കുവോ? ഇല്ല. അങ്ങനെ ഒരു മനുഷ്യനെ എന്ത് അറ്റം വരെ അറം പറ്റിയ എവിടം വരെ പോയിട്ട്
എങ്ങനെയൊക്കെ നാറ്റിക്കാൻ പറ്റുമോ ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരു നാണം കെട്ട പാർട്ടിന്റെ ഒരു അലിഗേഷൻ വന്നപ്പോ അതിന്റെ വരും വരായ്മകളോ അതിന്റെ ക്രെഡിബിലിറ്റിയോ പ്രിവിലേജോ ഇത് എവിടെ നിന്നുണ്ടായി എന്ന് അന്വേഷിക്കുന്നതിന് പകരം തന്നെ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വേട്ടയാടാൻ വേണ്ടി ഒറ്റ തിരിഞ്ഞ് CPM-ന്റെ കൂടെ ഒക്കെ നിന്ന നാണം കെട്ടവരോട് പോയി ചോദിക്കണം, ജംഷീറെ ഈ പാർട്ടിയെ യൂത്ത് കോൺഗ്രസിനെ ആര് നാദറില്ലാതാക്കിയെന്ന്. എന്ത് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ലേ? നിങ്ങളെപ്പോലെ തന്നെയാണ് അവരും, അതിലപ്പുറമൊന്നുമില്ല. ഇതൊരു പ്രസ്ഥാനമാണ്, അത് എല്ലാവരും കൂടുമ്പോഴാണ് ഈ പ്രസ്ഥാനമായി മാറുന്നത്. മനസ്സിലായ? അല്ലാതെ തലമുതിർന്ന ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്നും അവരെ ചെലവുമില്ലെന്നില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാപ്പിയാൽ മുഖത്ത് വിരൽ ചൂണ്ടി ചോദിക്കണം. മനസ്സിലായ? അത് ആണത്തം. ഇപ്പോഴും വേട്ടയാടുക രാഹുലിനെ. ഇപ്പോഴും ഓരോ ദിവസം എന്താ ന്യൂസ് സ്പോട്ടോട്ടിന്ന് ഇന്നലെ എന്താ പറയുക, 2 സ്ത്രീകളുടെ ഗർഭം കിളക്കി, ഇനി നാളെ വരെ 10 ഗർഭം കിളക്കി. ഇങ്ങനെയല്ലേ പറഞ്ഞ് ഉണ്ടാക്കി വെക്കുന്നു. ഈ നാളം കെട്ട മാധ്യമങ്ങൾക്കാണെങ്കിൽ ഉളുപ്പ് എന്ന് പറയുന്ന ലെവലേശം ശരീരത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കെട്ടകെട്ട വർഗങ്ങൾ മാധ്യമധർമ്മ ഇവരെ നടത്തുന്നത്. എന്നിട്ട് പറയും ജനാധിപത്യത്തിന്റെ 4-ാം തൂണാ പോലും ഈ മാധ്യമധർമ്മം. 4 മറ്റടക്കത്തെ തൂണ, കാലിടക്ക തൂണ്. ഇത്ര മാത്രം വൃത്തികെട്ട നിലപാട് സ്വീകരിക്കുന്ന ഈ മാധ്യമങ്ങൾ രാജ്യ പുരോഗതിക്ക് വേണ്ടി ഇവറ്റകൾ ഈ മാധ്യമധർമ്മം നടത്തുന്നത്, അല്ലെങ്കിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയ, അല്ലെങ്കിൽ ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റിന്റെ എന്തെങ്കിലും വിഷയത്തെ പറ്റി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടോ? വർഗ ഫാസിസം നടപ്പാക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറകെ പോയി അവൻ പെടുക്കുന്നുണ്ടോ, അവൻ മൂത്രമൊഴിക്കുന്നുണ്ടോ, അവൻ മറ്റവന്റെ കൂടെ പോയോ എന്നൊക്കെ നോക്കിയിട്ട് മറ്റവരുടെ എന്താ പറയാ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയിട്ട് എത്തി നോക്കിയിട്ട് ഉളുപ്പ് കെട്ട ഒരു തെളിവുമില്ലാത്ത തന്തയില്ലാത്ത വാർത്തകൾ കൊടുക്കുന്ന ഇവറ്റകളാവലും മാധ്യമ പ്രവർത്തകർ. എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഇന്നലെ 2 പെണ്ണിന്റെ ഗർഭം അങ്ങ് അലസിപ്പിച്ചെന്നുള്ള ന്യൂസ് കിട്ടിയത്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഏത് അന്വേഷണ ഉദ്യോഗസ്ഥത പറഞ്ഞത്? എവിടെ നിന്ന് അവർക്ക് തെളിവ് കിട്ടിയത്? ഇങ്ങനെ ഒരു തെളിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ പരാതി ഉന്നയിക്കുന്ന ഒരു പരാതിക്കാരി അപ്പുറം വേണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടെ ആരെങ്കിലും ഗർഭചിത്രം നടത്തിയിട്ടുണ്ടോ, ഗർഭം കലക്കിയിട്ടുണ്ടോ എന്നിവർ പോയിട്ട് അങ്ങ് ചോദിക്കുമ്പോഴേക്ക് ഹോസ്പിറ്റലുകാരെന്താണോ എടുത്തങ്ങ് കൊടുക്കുക? ഇതിനൊക്കെ ഒരു പ്രോട്ടോകോളും ഒരു നിയമ സംവിധാനം നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇതുപോലെ പച്ചക്കളവ് പറയുന്നതിനുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. നാണം കെട്ട മാധ്യമങ്ങൾ. മനസ്സിലായ? എന്നിട്ട് കർണാടകത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയിട്ട് അവിടെ തെളിവ് ശേഖരിക്കുന്നുണ്ട്. കാലിലൊക്കെ പറി നോക്കുന്നുണ്ടാവും. അവിടെ പോയ ഹോസ്പിറ്റൽ അത് എടുത്തങ്ങ് കൊടുക്കുകയല്ലേ? പരാതിക്കാരി ഉണ്ടാണോ? അങ്ങനെ ഒരു വിത്ത് എവിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ പരാതിക്കാരി വേണം. ആ പരാതിക്കാരി ആവശ്യപ്പെടണം. എങ്കിലേ ചികിത്സിച്ച ഡോക്ടർ അവർക്കുള്ള ഇത് കൊടുക്കും, ഡോക്യുമെന്റ് കൊടുക്കും. അല്ലാതെ ഇവിടെ നിന്ന് ചാടിക്കയറിയിട്ട് ഇവിടെ ആരെങ്കിലും ഗർഭചിത്രം നടത്തിയിട്ടുണ്ടോ അതിന്റെ ഡോക്യുമെന്റ്സ് വേണമെന്ന് പറഞ്ഞല്ലേ അവിടെ നിന്ന് ചാണകവിടെ മുഖത്ത് വെച്ചങ്ങ് ഓടിക്കും. നിയമ നിയമമുണ്ട് ഇവിടെ രാജ്യത്ത്. മനസ്സിലായ? ഞാൻ പോയി ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയാതെ പോയിട്ട് അവിടെ മറ്റൊരു ഡോക്യുമെന്റ് ചോദിച്ചാൽ അത് കൊടുക്കും അവര്. എന്റെ പ്രൈവസി അത്. മനസ്സിലായ? അത്തരം ഒരു നിയമവെച്ചുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഈ ചെറ്റകള് ഓരോരോ ദിവസവും പച്ച നുണകൾ അടിച്ചങ്ങ് വിടുക. ഇരയാക്കപ്പെട്ട 2 പേര്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് 3 വർഷം ഇങ്ങോട്ടുള്ള മുഴുവൻ ഗർഭധാര സ്ത്രീകൾ പറകിൽ നടക്കണമെന്ന് ഇവറ്റകൾക്ക് പണി അല്ലേ? തികച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എന്ത് ഇതിലത്തെ ഇത്ര വലിയ ഇത് എന്ത് രാഹുൽ മാക്കോട്ടത്തിന് അങ്ങനെ ചെയ്യാൻ പാടില്ലേ? അങ്ങനെയുണ്ടോ? ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇനി രാജ്യത്തിന്റെ നിയമം ഗർഭചിത്രം നടത്തി കഴിഞ്ഞാൽ അത്ര വലിയ ക്രൈമൊന്നുമല്ല. അത് നടത്താനുള്ള റൈറ്റ് ഞങ്ങളുടെ രാജ്യത്തുണ്ട്. നിയമത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ. മനസ്സിലായ? എന്നിട്ട് ഇത് ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ രാജ്യത്ത് നടക്കുന്ന അരാജകത്വങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി, ഗവൺമെന്റിന്റെ കൊള്ളകളെ മറച്ചു വെക്കാൻ വേണ്ടി കട്ടതിൽ നിന്ന് എന്തെങ്കിലും അല്പഭാഗം വാങ്ങിയിട്ട് അതും നക്കി വന്നിട്ട് മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ വ്യക്തിതേജോധം ചെയ്യുക. എന്നിട്ട് പറയാം മാധ്യമം ഉണ്ടാക്കി മാധ്യമ പ്രവർത്തകരും ഊളുപ്പുകെട്ട വർഗങ്ങൾ. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേൾക്കുക എന്തൊക്കെ അടിച്ചങ്ങിളക്കുക. എന്നിട്ട് പറയാ പ്രതി എങ്ങനെയാക്കി ഇതാ എന്തൊക്കെയോ അങ്ങ് പുറത്തു വരാൻ പോകുന്നുണ്ട്. ഈ സമയം വരെ ഒരു പരാതി ഉണ്ടാകിയിട്ടില്ല. ഇവറ്റകൾ അടിച്ചിളക്കുക. ആദ്യം ഒരു പെണ്ണിന്റെ ഗർഭചിത്രം നടത്തി,
അതിനുശേഷം മറ്റേ രണ്ടാമത്തെ പെണ്ണിനെ ഗർഭചിത്രം നടത്താൻ ആദ്യം ഗർഭചിത്രം നടത്തിയ പെണ്ണ് അവന്റെ ബന്ധുക്കളും സഹായിച്ചു. ആരാണ് ചെറ്റകളെ നിങ്ങളോട് ഇത് പറഞ്ഞത്? ആ പറഞ്ഞവരുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോടാ നാറികളെ. വൃത്തികേട് പറയുന്നത് അപ്പുറത്തേക്ക് നിങ്ങൾ ഇതിനപ്പുറം ചെയ്യും. സെക്സിനെ വെല്ലുന്ന വിധത്തിൽ 5 വർഷക്കാലം ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ വേട്ടിയാടിയ നാണം കിട്ടുന്ന അമ്മാരികളല്ലേ നിങ്ങൾ? അല്ലേ? അത് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. മനസ്സിലായ? ഇവരൊക്കെയും പിടിച്ചിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഈ വാർത്ത അവതാരകരോട് ചോദിക്കണം, എവിടെ നിന്നാണ് എനിക്ക് തെളിവ് കിട്ടിയത്? അതിൽ ആൺകുട്ടികൾ വേണം കേരളത്തിനകത്ത്. ഇതിനെ അവസാനിപ്പിച്ച് കളയണം ഈ ചറ്റത്തം പറയല്. മനസ്സിലായ? വെറുതെ ശൂന്യത്തിൽ കഥ ഉണ്ടാക്കി അവിടെ ഗർഭചിത്രം ഇവരാണോ കൂടെ പോയത്? അല്ല, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? അത് പറയണ. എല്ലില്ലാതെ നാവ് കൊണ്ട് എന്തും വിളിച്ചങ്ങ് പറയാന്നുള്ള ഇതുണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കാതെയോ? ഞങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെയോ പറയാലോ, പറഞ്ഞൂടെ? ഞാനിപ്പം പറയുന്നു, ഈ പറയുന്ന അവതാരകൻ ഇന്നയാൾക്ക് ആക്കിയിട്ടുണ്ട്, അവൻ ഗർഭചിത്രം നടത്തിയിട്ട് ഞങ്ങളും ഒരു ന്യൂസ് അങ്ങ് സ്പോട്ട് ഔട്ട് ചെയ്യാം പറ്റുമോ? എന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ചിട്ട ഇത് പറയാന്? കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ഈ രാഹുൽ മാക്കുട്ടിയുടെ ബാക്കിൽ നടക്കൽ തുടങ്ങിയിട്ട് ഒരു പൂടക്ക് തൊടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക്? ഒരു പൂടക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കാൻ കഴിഞ്ഞാണോ? രാജ്യത്തിന്റെ ഭരണ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചില്ലാണോ നിങ്ങൾ? ഇല്ലേ? ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാൻ പറ്റില്ലേ? കാശെത്രയാ ചെലവ്? എത്രയാ ചെലവ്? ഇതെന്താ ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാ? അറിയോ? ഇതെന്താ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാ? പറയോ? അല്ലെങ്കിൽ ജനങ്ങൾക്ക് മറ്റേതെങ്കിലും എന്താ പറയുക സബ്സിഡി കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയാ? അല്ലല്ലോ. ഏതോ ശൂന്യത്തിൽ നിന്നുണ്ടാക്കിയ കഥകൾ, ആ കഥകളെ പിറകെ പോവുക. പരാതിക്കാരി ഇല്ല, എന്നിട്ടും ഈവന്റെ പിറകിൽ പോയിട്ട് ഓരോ ദിവസവും പൈങ്കിളി കഥകളും കൊണ്ടുവരിക. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു സമൂഹമാണ് കേരളത്തിലുള്ള എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇക്കിളിപ്പെടുത്തുന്ന കഥകളും പൈങ്കിളി കഥകളും സെക്സിനെ വെല്ലുന്ന വിധത്തിലുള്ള കഥകളും അടിച്ചിറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ റൈറ്റ് കൂടുന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത് പറയുന്നത്. അതാണല്ലോ കുറെ വേട്ടാവാളിയന്മാർ അന്യന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വലിയ ആവേശം കാണിക്കുന്ന ഒരു ജനതയാണല്ലോ കേരളത്തിനകത്തുള്ളത്. അവനവന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ അവിടെ മൂടി വെക്കുക, എന്നിട്ട് അന്യത്തിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കിയിട്ട് അവിടെ എന്താ നടക്കുന്നിട്ട് അത് കുരച്ച് നടക്കുക. ഇത്തരം വൈകല്യമായി ചിന്താഗതിയുള്ള ഒരു സമൂഹമായി കേരളത്തിലെ പൊതുസമൂഹം മാറിയിട്ടുണ്ട്, 3/4 ഭാഗവും. മനസ്സിലായ? അല്ലാതെ ഇതൊക്കെ മൈൻഡപ്പ് ചെയ്ത് പോവേണ്ട സാഹചര്യമായില്ല. പിന്നെ ഇത് ഇത്രമാത്രം അലിഗേഷൻ ഉണ്ടാക്കി ഇത്ര ദിവസങ്ങളിലും ഈ ചർച്ചകൾക്ക് ലൈവിൽ നിർത്താൻ സാഹചര്യം ഒരുക്കിയതും നമ്മുടെ റാപ്പാന്മാരുവാ, കോൺഗ്രസിന്റെ റാപ്പാന്മാർ. ഇപ്പൊ എവിടെ അവരൊക്കെ പോയത്? ഇപ്പൊ എന്തെന്നും പറയണ്ടേ? പുറത്താക്കണ്ടേ? അകത്താക്കണ്ടേ? അതിനുശേഷം എത്ര ആരോപണങ്ങൾ ഇവിടെ വന്നില്ലേ? ആ റിപ്പോർട്ടർ ചാനലില് ഏതൊരു ന്യൂസ് എഡിറ്റർക്കെതിരെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് പരാതി പറഞ്ഞല്ലോ. കുറെ ഉണ്ടല്ലോ കോൺഗ്രസിലായിട്ട് കുറെ വനിതാമണികൾ സ്ത്രീകൾക്കെതിരെ വന്നാൽ ഞങ്ങളങ്ങ് പൊക്കിക്കളയും, ഞങ്ങളങ്ങ് മൂക്കിൽ വലിച്ചു കളയും എന്നൊക്കെ രാഹുലിന്റെ പിറകിൽ എന്നിട്ട് സംസാരിച്ച് ആ സ്ത്രീയല്ലേ അത്? ആ പെണ്ണ് സ്ത്രീയല്ലേ? ആ പെണ്ണിണ്ടായ അനുഭവങ്ങൾ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. ആരെങ്കിലും ആ പെണ്ണിന് പക്ഷം പിടിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ നിന്നോ? എന്തേ നിങ്ങൾക്ക് കഴിയാത്തത്? നിങ്ങൾ വലിയ കമ്പർച്ചിക്കാൻ നടക്കുന്നതല്ലേ? അപ്പൊ ഇത് സെലക്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളാണോ നിങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ ലോജിക്ക്. അത് പോട്ടെ, ഈ കഴിഞ്ഞ ദിവസമല്ലേ ഈ സരിൻ എന്ന് പറയുന്ന കോൺഗ്രസിനകത്ത് നിന്ന് യൂദാസിന്റെ വഴിയിൽ മറുകണ്ഠം ചാടിയ ആ പുള്ളിക്കെതിരെ ഒരു ട്രാൻസ്ജെൻഡറായ ഒരാൾ വന്നിട്ട് ഇപ്പൊ പരാതി പറഞ്ഞത്? ഫേസ്ബുക്കിലടക്കം പോസ്റ്റ് ഇട്ടത്. എന്താ നിങ്ങൾക്ക് പൊക്കിപ്പിടിക്കണ്ടേ? എന്താ നിങ്ങൾക്ക് പൊക്കിപ്പിടിക്കാൻ ആവശ്യം കാണാത്തത്? നിങ്ങൾ രാഹുലിന്റെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾക്ക് ചാവാൻ കരുതവൻ പോലും കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞില്ലേ, അഭിപ്രായം പറഞ്ഞില്ലേ? സ്ത്രീകളോട് അപമര്യാദമായി പെരുമാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കിക്കളയും എന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ? ഇപ്പൊ ഈ വന്ന 2 ആരോപണത്തിന് ഉണ്ടാക്കണ്ടേ? പറയിപ്പിക്കരുത് കേട്ടാ. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നടപടി എടുക്കല്ല. ഈ ആരോപണം ഇതിനു മുമ്പും ഈ ചർച്ചകൾ ഇതുപോലത്തെ പല ആരോപണങ്ങളും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരെതിരെയും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും തെളിയിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല.
അവസാനം കോടതിക്കകത്ത് കോടതി പോലും ഇവറ്റകളെ മുഖത്ത് കാർച്ചിൽ തുപ്പിയിട്ട് ആ വഴി ഓടിക്കോ എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിഷയത്തിനകത്ത് നമുക്കൊക്കെ അറിയാലോ, ഇല്ലേ? 25 വർഷക്കാലത്തോളം കോടതി കയറി ഇറങ്ങിയില്ല ഈ അന്തംഗമ്മികൾ. അവസാനം കോടതി എന്താ പറഞ്ഞത്? ഈ വഴിക്ക് അതും കൊണ്ടുവരാൻ പാടില്ല, കോടതിയുടെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ആറ്റി പുറത്താക്കിയില്ലേ ഇത്? എന്തെങ്കിലും സത്യങ്ങളും കഴമ്പുകളും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവന്നില്ലേ? എന്താ അവസാനം കോടതിക്ക് വിധിക്കേണ്ടി വന്നത്? അതിനുശേഷം ഒരുപാട് നേതാക്കന്മാർക്കല്ലേ, കോൺഗ്രസിന്റെ നേതാക്കൾ വരി 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 വരിയായിട്ടല്ലേ പരാതികൾ ഇത് കൊണ്ടുവന്ന ഒരു സ്ത്രീ. അവസാനം അതൊക്കെ കോടതിയിൽ ഉണ്ടായത്. അത്തരം ഘട്ടങ്ങളിൽ ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ? അന്നൊക്കെ ഈ പരാതി ഉന്നയിക്കുന്ന വ്യക്തികൾ 4ഉം 5ഉം സ്ഥാനങ്ങൾ വയ്ക്കുന്ന ഘട്ട. ആരെങ്കിലും രാജിവെപ്പിച്ചോ? ആരെങ്കിലും രാജിവെച്ചോ? ഇപ്പോഴും ഈ അതേ മോഡലിൽ തന്നെ ഈ ഒരു തുടർഭരണം അവർക്ക് ഉണ്ടാക്കണം. ജനങ്ങളോട് തെറ്റായ നയങ്ങൾ സ്വീകരിച്ചതിന് പറഞ്ഞാൽ ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന ബോധ്യം വന്നപ്പോ ഇങ്ങനെ അലിഗേഷൻ കൊണ്ട് മുമ്പിൽ അങ്ങ് എത്തി തന്നതാ. അപ്പൊ അതിനെ പോക്കി പിടിച്ച് ഏറ്റി മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും കോൺഗ്രസിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്ത ബമ്പന്മാരാ ഈ പാർട്ടി തലപ്പത്തി ഇപ്പൊ ഇരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞോളൂ. ഞങ്ങളും കഴിക്കുന്നത് അരിഭക്ഷണ, സെപ്റ്റിക് ടാങ്കല്ല. മനസ്സിലാക്കണം ഇവരൊക്കെ. എന്നിട്ട് മണ്ടത്തരമുള്ള ഡയലോഗും ഇത് ചരിത്രത്തിൽ അങ്ങ് അടയാളപ്പെടുത്തും. ആരോപണം വരുന്നതിന് മുമ്പ് ഞങ്ങൾ നടപടിയെടുത്തൊരു പാർട്ടി, അങ്ങനെയല്ല രേഖപ്പെടുത്തുക. ഇതുപോലെ മണ്ടന്മാരായ ആൾക്കാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് എന്നാ പറയാ? കാരണം എന്താ? ഒരു മനുഷ്യർക്ക് ഒരു ആരോപണം വരുന്നതിന് മുമ്പ് ഒരു പ്രസ്ഥാനത്തിന് തലപ്പത്തായി ആളെ മറ്റുള്ളവർ കൊണ്ടുവരുന്ന ആരോപണം ശരിവെച്ച് പുറത്താക്കി എന്നാ പറയാ? അല്ല, ചരിത്രത്തിലില്ല. പിന്നെ കോൺഗ്രസിന്റെ എതിരാളികൾ പറയും ആ കോൺഗ്രസ് നല്ല തീരുമാനം എടുത്തു, വളരെ അപ്പൊ ഇവർക്ക് ഇക്കിളിപ്പെട്ട്. കാരണം എന്താ? രാഹുൽ മാക്കൂട്ടത്തിനെ പോലെ കൃത്യമായിട്ട് സമരത്തിനും ഇടതുപക്ഷത്തിന്റെയും സംഘപരിവാറിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു നല്ല നേതാവ് ഉണ്ടാകുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ തകർക്കുക എന്നുള്ളതാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ ഈ നിലപാടെടുക്കുമ്പോൾ അവരുള്ളപ്പോഴുള്ളവർ ഇക്കിളിപ്പെടുത്തി ഇവരെ അങ്ങ് സുഖിപ്പിക്കും. എങ്ങനെയാ? പിരികെട്ടി കൊടുക്കും. അപ്പൊ ഇവര് ഞങ്ങൾ ഭയങ്കരന്മാരാണ്. പക്ഷെ സ്വന്തം പാർട്ടിക്കകത്തുള്ള അണികളുടെ വികാര വിചാരങ്ങൾ ഇവരറിയുന്നില്ല. അത് നോക്കാൻ ഇവർക്ക് സമയമില്ല. കാരണം ഇവർക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ പാർട്ടി ഇല്ലാണ്ടായാലും ഇവരെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഇവരെ മക്കളൊന്നും ഈ പ്രസ്ഥാനത്തിലൂടെ അടി കിട്ടാനോ ചവിട്ട് കിട്ടാനോ ഒന്നുമില്ല. എല്ലാം ലണ്ടനിലും UK-ലും അമേരിക്കയിലൊക്കെ ഉള്ളത്. കാരണം ഈ പാർട്ടിനെ കൊണ്ട് തിന്ന് കുടിച്ച് ജീവിക്കുകയല്ലേ. അപ്പൊ ഇതാണ് അവസ്ഥ. എനിക്ക് ഇപ്പോഴും എനിക്ക് ആ ആരോപണം വന്ന അന്ന് ഈ രമേശ് ചെന്നിത്തല ഉറഞ്ഞു തുള്ളല് കോമനം തുള്ളുന്നത് പോലെ ഞാൻ എന്നേരം ഓർത്തുപോയി. ഈ പറയുന്ന മനുഷ്യർക്കുണ്ടല്ലോ 2 ആൺകൊച്ചുങ്ങൾ. നാളുകളിൽ ഏതെങ്കിലും സ്ത്രീ വന്ന് ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ വന്ന് ഈ പുള്ളിന്റെ മക്കളുടെ ഇടക്കും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്നിട്ട് ഇവരുടെ ഡയലോഗും സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങ് സംരക്ഷിച്ചു. സ്ത്രീകളെ സംരക്ഷിക്കാൻ തർക്കമൊന്നുമില്ല, അത് ഞങ്ങൾ ആരെങ്കിലും എതിർക്കില്ല. പക്ഷെ രാജ്യത്തെ ഫെമിനിസ്റ്റുകളുണ്ട്, മാന്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന പുരുഷന്മാരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട്. അത് തിരിച്ചറിയണം. എല്ലാവരും ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട്, പൊതുപ്രവർത്തന രംഗത്തും ഉണ്ട്. അവർ തെറ്റിനെ തെറ്റും ശരിയെ ശരിയായി കാണാനും അതിനെ വിലയിരുത്താനും ഒക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ 2-3 സ്ത്രീകൾ, പ്രഗത്ഭരായ 2-3 സ്ത്രീകൾ വന്നിട്ടുണ്ടല്ലോ. എത്ര മാന്യമായിട്ട് അവർ സംസാരിക്കുന്നു. ഇപ്പൊ ഒന്നും വേണ്ട, CPIന്റെ ഒരു വനിത അവിടുത്തെ മെമ്പറോട് പോലും ഈ മാധ്യമങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോ ആ സ്ത്രീ പോലും പറഞ്ഞില്ലേ ഇത് ക്രിയേറ്റ് ചെയ്യുന്നവരെ പോലും കണ്ടെത്തണം, അത് എന്നെ കിട്ടത്തില്ല. ആ ഒരു മര്യാദയെങ്കിലും ഈ വട്ടൽ കാണിക്കണ്ടേ? അത് കാണിച്ചിട്ടുണ്ടോ ഈ വട്ടങ്ങൾ? എന്നിട്ട് പറയുമ്പോ അങ്ങ് ഇളക്കി നടക്കുമല്ലോ. ഇപ്പോഴും ആ വിഷയത്തിനകത്ത് ആ പാവം പിടിച്ചവന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തോടുള്ള അതിയായ ഇതുകൊണ്ടാ ഇവരെ ഹൃദയമുള്ള മനുഷ്യർക്കാവും. രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ കമ്മികോളികൾ 2 കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ നിന്റെ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏത് കുഞ്ഞുങ്ങളെ? എനിക്കറിയില്ല. ഈ നാറുകളിൽ കമന്റ് ഇടുമ്പോൾ ആലോചിക്കണ്ടേ?
ഇവിടുത്തെ പച്ച മനുഷ്യന്മാരെ ഒരു ക്രൈമും ചെയ്യാത്ത ആൾക്കാരെ വെട്ടിക്കൊന്ന് കൊന്ന് തള്ളിയ നാണം കെട്ടവരാ വന്നിട്ട് രാഹുലിന് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി കമന്റ് ഇട്ട് കൊടുക്കുന്നു. മനസ്സിലായ? അതുകൊണ്ട് ഞാനങ്ങ് അവസാനിപ്പിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന ആ 4 മുദ്രാവാക്യം വിളിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാതെ ഈ 3 ക്രിമിനൽ ക്രിമിനൽ മൈൻഡ് തന്നെയവര് ആ പോലീസുകാര് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നാളുകളിൽ അവരെ സർവീസിൽ പോലും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് പിന്നീട് ഈ സർവീസ് പെൻഷനും അവർക്ക് കിട്ടാൻ പാടില്ല. അതുപോലെ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത് പുറത്താക്കണം. അതിന് പുറത്താക്കാനുള്ള സമര പരിപാടിയുമായിട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.